ഹലോ ഫ്രണ്ട്സ്, ടെക് ഇലക്ട്രോണിക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് വന്നിരിക്കുന്ന എൽ ജിയുടെ ഒരു 20 ഇഞ്ച് കിറ്റാണ്. ഇന്നത്തെ റീട്രേസ് ലൈനാണ് കംപ്ലൈന്റ്. ഇപ്പോൾ സെറ്റ് ഞാൻ ഓൺ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് ടി വി ഓണായി. റീട്രേസ് ലൈനാണ് വന്നിട്ടുള്ളത്. വൈറ്റ് സ്ക്രീനിൽ റീട്രേസ് ആണ് വന്നിട്ടുള്ളത്. നമുക്ക് പടം വരുന്നില്ല, വൈറ്റ് സ്ക്രീനാണ് നമുക്ക് വരുന്നത്. അപ്പോൾ റീട്രേസ് ലൈൻ നമ്മുടെ ഔട്ട്പുട്ട് ലൈനിൽ നമ്മൾ വോൾട്ടേജ് ചെക്ക് ചെയ്യുകയാണെങ്കിൽ 162 വോൾട്ടേ ഉള്ളൂ. 162. അപ്പോൾ അതുകൊണ്ടാണ് ബ്ലൂ സ്ക്രീൻ ചെറുതായിട്ടുണ്ട്, പിന്നാണ് റീട്രേസ് ആവുന്നത്. പിന്നെ നമ്മളിതിൻ്റെ മെയിൻ വോൾട്ടേജ് ഒന്ന് ചെക്ക് ചെയ്തു. 94 വോൾട്ടേ ഇവിടെ വരുന്നുള്ളൂ. 94 വോൾട്ട്. അതുകൊണ്ട് നമുക്ക് ഔട്ട്പുട്ടിൽ നമ്മുടെ വോൾട്ടേജ് കുറയാം. പിന്നെ ഇതിൻ്റെ കൺട്രോൾ വോൾട്ടേജ് 12 വോൾട്ട് ഓക്കെ ആയിട്ടുണ്ട്. ഇപ്പം നമ്മുടെ ഈ 110 വോൾട്ട് നമുക്ക് കുറവുണ്ട്. ഈ 110 കുറവുണ്ടെങ്കിലും നമ്മുടെ ഔട്ട്പുട്ടിൽ 180 വോൾട്ട് നമുക്ക് കുറയാം. അപ്പോൾ അതുകൊണ്ട് ഞാൻ ആദ്യം ചെയ്യാൻ പോകുന്നത് ഇവിടെ 110 വോൾട്ട് ആക്കുക. ഇപ്പം 94 വോൾട്ട് തന്നെ ഉള്ളൂ. അപ്പം നമുക്കിതിനെ 110 ആക്കണം. ആദ്യം വോൾട്ടേജ് സ്റ്റഡി ആക്കണം. അത് കഴിഞ്ഞിട്ട് നമുക്ക് റീട്രേസിന്റെ പ്രശ്നം ഉണ്ടെങ്കിൽ അന്നേരം നമുക്കത് നോക്കാം. നമ്മുടെ ഇവിടെ ഒരു ഫിൽറ്റർ കപ്പാസിറ്റർ ഉണ്ട്. ഈ ഫിൽറ്റർ കപ്പാസിറ്റർ വീക്ക് ആണെങ്കിൽ വോൾട്ടേജ് കുറയാം. അതിന് ഞാനൊരു 100-160 കപ്പാസിറ്റർ ഇവിടെ ജസ്റ്റ് വെച്ചൊന്ന് സോൾഡർ ചെയ്യുകയാണ്. മേളിൽ കൂടെ സോൾഡർ ചെയ്ത് നമ്മുടെ വോൾട്ടേജ് മാറുന്നുണ്ടോ എന്ന് നമുക്ക് നോക്കാം. വോൾട്ടേജ് വ്യത്യാസം ഉണ്ടെങ്കിൽ നമ്മൾ ആ 2200 കപ്പാസിറ്റർ മാറണം. ഇനി നമ്മൾ സെറ്റ് ഓൺ ചെയ്തു. ഓക്കെ, 95, 96 ആ ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. 94 അപ്പോൾ അതുകൊണ്ട് വലിയ വ്യത്യാസങ്ങളൊന്നും നമുക്ക് വന്നില്ല. അപ്പോൾ നമ്മുടെ ഫിൽറ്റർ കപ്പാസിറ്ററിന്റെ പ്രശ്നമല്ലത്. അപ്പോൾ ആ ഫിൽറ്റർ കപ്പാസിറ്റർ നമ്മൾ ഇളക്കി ഒഴിവാക്കുകയാണ്. ഇവിടെ നമുക്കൊരു SC 110 എന്ന് പറഞ്ഞൊരു IC ഉണ്ട്, 3ലേക്കുള്ള. അതാണ് നമ്മുടെ ഈ 110 വോൾട്ടിനെ അവിടെ കൺട്രോൾ ചെയ്യുന്നത്. അത് സാധാരണ കംപ്ലൈൻറ്റ് വരാറുള്ളതാണ്. വോൾട്ടേജ് കുറയുകയോ കൂടിയോ ഒക്കെ ചെയ്യാം. അപ്പോൾ നമുക്ക് അതിനെ ഒന്ന് ഇളക്കി മാറ്റിയിട്ട് നോക്കണം. അപ്പോൾ അത് നമ്മളൊന്ന് ഇളക്കി വരണം. ഇപ്പോൾ ഇതിൽ SC 110 വരെ SC 90 ആണ് ഇട്ടിരുന്നത്. അതുകൊണ്ടാണ് നമ്മുടെ വോൾട്ടേജ് ആ 90-94 നിന്നത്. നമുക്ക് മാറ്റി വേറെ ഒരെണ്ണം ഇടാം. ഇപ്പോൾ നമ്മുടെ SC 90 പകരം SC 110 ആണ് ഞാൻ എടുത്തിട്ടുണ്ട്. അതാണ് 110. നമുക്കിതൊന്ന് സെറ്റ് ചെയ്ത് നമ്മുടെ വോൾട്ടേജ് കറക്റ്റ് ആവുന്നുണ്ടോ എന്ന് നോക്കാം. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം ബെൽ ബട്ടണും അമർത്തുക. ലേറ്റസ്റ്റ് വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. കൂടാതെ മറക്കാതെ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. അപ്പോൾ ഇനി നമുക്കൊന്ന് ഓൺ ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മുടെ വോൾട്ടേജ് 113 വോൾട്ട് നമ്മുടെ വോൾട്ടേജ് കറക്റ്റ് ആയിട്ടുണ്ട്. ഇപ്പം നമ്മുടെ TV ഓൺ ആയെങ്കിൽ നമുക്ക് ഇതിൻ്റെ ഫുള്ള് വൈറ്റ് സ്ക്രീൻ റീട്രേസ് ഉൾപ്പെടെ ഇങ്ങനെ നിൽക്കുകയാണ്. ഫുള്ള് വൈറ്റ് ആണ്. പടം കാണുന്നില്ല. ഇപ്പം നമുക്ക് ഔട്ട്പുട്ട് വോൾട്ടേജ് എത്ര ഉണ്ടെന്ന് ചെക്ക് ചെയ്യണം. 193 വോൾട്ട്. അതിവിടെ കറക്റ്റ് ആണ്.
ഈ പോയിന്റിൽ നിന്നാണ് നമ്മുടെ 193 നമ്മുടെ ബേസിലേക്ക് പോകുന്നത്. ഓക്കെ, അത് നമുക്ക് ഇവിടാണ് 193 വരുന്നത്. ഇവിടെ എല്ലാം നമ്മുടെ വോൾട്ടേജ് ഉണ്ട്. നമ്മുടെ ഇവിടെ ഒരു ഈ 180 ലൈനിൽ ഒരു ഫിൽട്ടർ കപ്പാസിറ്റർ ഉണ്ട്. ആ കപ്പാസിറ്റർ കംപ്ലൈന്റ് വന്നാൽ വോൾട്ടേജ് കുറയുകയോ അതല്ലെങ്കിൽ ഇതുപോലെ റീട്രേസ് ലൈൻ ആവുകയോ ചെയ്യും. ഞാൻ അതിന് മേളിലൊരു കപ്പാസിറ്റർ സോൾഡർ ചെയ്യുകയാണ്. ഒരു കപ്പാസിറ്റർ കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് ഓൺ ചെയ്ത് നോക്കാം. അപ്പോൾ ഇപ്പോഴും നമുക്ക് മാറ്റമൊന്നും വന്നില്ല, റീട്രേസ് തന്നെയാണ്. അപ്പോൾ നമുക്ക് അടുത്ത സ്റ്റെപ്പ് എന്താണെന്ന് നോക്കാം. അപ്പോൾ നമുക്കെല്ലാം നമ്മുടെ കാഥോഡ് പിന്നിലും വോൾട്ടേജ് വരുന്നുണ്ടോയെന്നൊന്ന് ചെക്ക് ചെയ്യണം. ഫസ്റ്റ് നമ്മുടെ ബ്ലൂ പിന്നാണ്, ബ്ലൂ 187. അടുത്ത റെഡ് 186. അടുത്തത് ഗ്രീന് 178. നമ്മുടെ RGB സപ്ലൈ ബോഡിയിൽ നിന്ന് നമുക്കുണ്ടോ, ബേസിലൂടെ നമുക്ക് RGB ഒന്ന് ചെക്ക് ചെയ്യാം. ഓക്കെ, റെഡ് 1.4 GD. ഓക്കെ, അപ്പോൾ നമ്മുടെ എല്ലാ വോൾട്ടേജും വരുന്നുണ്ട്. RGB വോൾട്ടേജുകൾ നമ്മുടെ ICയിലൂടെ എത്തുന്നുണ്ടോ നമ്മൾ നോക്കണം. ഫസ്റ്റ് പിന്നെ 1.3, സെക്കൻഡ് പിന്നും 1.4, അടുത്ത പിന്നിലും 1.4. അപ്പോൾ അതെല്ലാം മൂന്നിലും വോൾട്ടേജ് വരുന്നുണ്ട്. അതുപോലെ മേളത്തെ 3 പിന്നിൽ നിന്നാണ് നമ്മുടെ കാഥോഡിന് പോകുന്നത്. അതിൽ നിന്നും നമുക്ക് വോൾട്ടേജ് പോകുന്നുണ്ട്, പക്ഷെ അത് നമുക്ക് വേരി ആവുന്നില്ല. ഇവിടെ വോൾട്ടേജ് വേരി ആവണം. അപ്പോൾ നമ്മുടെ വോൾട്ടേജുകളൊക്കെ ഇവിടെ കൃത്യമായിട്ട് വരുന്നുണ്ട്. എന്നിട്ട് നമുക്കത് റീട്രേസ് ലൈൻ പ്രോബ്ലം മാറുന്നില്ല. ഓക്കെ, റീട്രേസ് ലൈനാണുള്ളത്. അപ്പം നമ്മൾ ഈ മീറ്ററിൻ്റെ പ്രോബ്, ഇത് നമുക്ക് ഗ്രൗണ്ട് ആണുള്ളത്. ഈ ഗ്രൗണ്ടിൽ ഞാൻ മീറ്ററിൻ്റെ പ്രോബ് ടച്ച് ചെയ്തു. ഇപ്പം നമ്മുടെ സ്ക്രീൻ ബ്ലൂ സ്ക്രീൻ ആയിട്ടുണ്ട്. ഞാൻ ഇനി എടുത്താലും പോവില്ല, അങ്ങനെ തന്നെ നിൽക്കും. പക്ഷേ സെറ്റ് ഓഫ് ചെയ്തിട്ട് ഓൺ ചെയ്താൽ വീണ്ടും നമുക്ക് റീട്രേസ് തന്നെ വരും. റീട്രേസ് ആണ് വന്നിട്ടുള്ളത്. പക്ഷെ നമ്മളിനി വീണ്ടും ഈ മീറ്ററിൻ്റെ പ്രോബ് നമ്മൾ ഈ ഗ്രൗണ്ടിൽ ടച്ച് ചെയ്യാണ്. ഓക്കെ, ഞാൻ ടച്ച് ചെയ്തിട്ടുണ്ട്, ബ്ലൂ സ്ക്രീൻ വന്നിട്ടുണ്ട്. ഇപ്പം നമ്മുടെ ഈ ബേസിൽ ഈ എർത്തിൽ നിന്ന് ഒരു സെനർ ഇവിടേക്ക് ഇട്ടിട്ടുണ്ട്. അത് നമ്മളൊന്ന് ചെക്ക് ചെയ്ത് നോക്കണം. അതിന് യാതൊരു വാല്യൂ അതിനകത്ത് കാണിക്കുന്നില്ല. ഓക്കെ, യാതൊരു വാല്യൂ നമുക്ക് അതിനകത്ത് കാണിക്കുന്നില്ല. ഓക്കെയാണ്. അപ്പോൾ നമുക്ക് ഈ സെനർ ഒന്ന് ഇളക്കി ചെക്ക് ചെയ്ത് നോക്കാം.
അപ്പോൾ ഈ സെനർ ഓൾറെഡി ഡാമേജ് ആയിട്ടിരിക്കുകയാണ്, അത് പൊട്ടിപ്പോയിട്ടുണ്ട്. ഇങ്ങനെ പൊട്ടി ഒരു പീസ് 2 പീസായിട്ട് ഇരിക്കുകയാണ്. നമ്മുടെ സെനർ 2 പീസായിട്ടായിരുന്നു അതിനകത്ത് ഇരുന്നത്. നമുക്കൊന്ന് നോക്കി ഒന്ന് മാറ്റിയിടാം. ഇപ്പം ഞാൻ ആ സെനറിൻ്റെ പോയിന്റിൽ IN 4003 എന്ന് പറഞ്ഞ ഡയോഡാണ് ഇപ്പം ഉപയോഗിക്കാൻ പോകുന്നത്. ഓക്കെ, അത് നമ്മൾ സോൾഡർ ചെയ്ത് വിട്ടിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് കണക്ട് ചെയ്ത് ഓൺ ചെയ്ത് നോക്കണം. ഓക്കെ, നമ്മുടെ സെറ്റ് ഓക്കെ ആയിട്ടുണ്ട്. ബ്ലൂ സ്ക്രീൻ വന്നു. ഓക്കെ, നമ്മുടെ സ്ക്രീനിൽ പടവും വന്നിട്ടുണ്ട്. അപ്പോൾ അതായിരുന്നു ഇവിടുത്തെ സെനർ ആയിരുന്നു നമ്മുടെ കംപ്ലൈൻറ്റ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതോടൊപ്പം ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി നമുക്ക് അടുത്തൊരു വീഡിയോ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.